ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞിട്ട് രാഹുലിന് വേണ്ടിയുള്ള വാദങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്, ചില നേതാക്കളുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കളിൽ നിന്ന് ഉണ്ടാവുന്നില്ല, പക്ഷേ ചില നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുണ്ടാകുന്നു. രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് പലരും ഉണ്ടാകുന്നത്. രാഹുലിനെതിരെ കടുത്ത നടപടിയെടുത്തു, തുടക്കം മുതൽ നടപടിയെടുത്തു എന്ന് പറയുമ്പോൾ പോലും രാഹുലിനെ സംരക്ഷണം ഒരുക്കാൻ ഒരു കവചം ഇപ്പോഴും ഉണ്ട്. കാരണം രാഹുൽ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നതാണ് സാഹചര്യങ്ങൾ പോലും നമുക്കറിയാം. ബംഗളൂരുവിലെ ഒരു സ്വകാര്യ ആഡംബര റിസോർട്ടിലാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ അങ്ങനെ റിപ്പോർട്ട് വരുന്നുണ്ട്. ഇപ്പോൾ രാഹുലിനെ പോലെ ഒരു ആളറിയുന്ന ഒരു നേതാവിനെ, ഒരു MLA-നെ ഇത്രയും ഒരു ബംഗളൂരുവിലാണല്ലോ, ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലോ എവിടെയാണെങ്കിലും സുരക്ഷിതമായിട്ട് ഒളിവിൽ പാർപ്പിക്കണമെങ്കിൽ അതിന് പിന്നീട് ശക്തമായ രാഷ്ട്രീയ ഇടപെടലുണ്ടാവും, ബിസിനസ്സുകാരുടെ പങ്കാളിത്തം ഉണ്ടാവും, അങ്ങനെ നല്ല ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ പിന്തുണ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാഹുലിന് ഒരു വശത്തോടെ പിന്തുണ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ രാഹുലിനെതിരെ ഇവർ പറയുന്നത്, കോൺഗ്രസിലെ പലരും പറയുന്നുണ്ട്, ഞങ്ങൾ ശക്തമായ നടപടിയെടുത്തു, തുടക്കം പോലെ ശക്തമായ നടപടിയെടുത്തു. ആ വാദത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എപ്പോഴാണ് നടപടിയെടുത്തതെന്ന് നമുക്കറിയാം. ഈ ആരോപണം ഉണ്ടായി, ലൈംഗികാരോപണം ഉണ്ടായി എന്ന് പറഞ്ഞ അതിന് ശേഷം ഇപ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടില്ല എന്ന് ജാമ്യം നിഷേധിച്ച ഘട്ടത്തിലാണ് രാഹുലിനെതിരെ നടപടിയെടുക്കുന്നത്. അപ്പോൾ പോലും ഉയർന്നു നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. രാഹുലിനെതിരെ ഒരു യുവനടി ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും അവർ പേര് പറയുന്നില്ല. പേര് പറയാത്ത ഘട്ടത്തിൽ തന്നെയാണ് രാഹുലിനെ ആദ്യ നടപടി എടുക്കുന്നത്. രാഹുലിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നു. കാരണം പേര് പോലും പറഞ്ഞിട്ടില്ല, അപ്പോൾ തന്നെ രാഹുലിനെ മാറ്റുന്നുണ്ട്. പാർട്ടിക്ക് VD സതീശൻ ശക്തമായ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശക്തമായ നിലപാട് അവിടെ സ്വീകരിക്കുന്നുണ്ട്. സതീശന് ഇക്കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. കാരണം ഇതിന് വരാൻ പോകുന്ന ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ആരോപണം വരും എന്ന് സതീശൻ അറിയായിരുന്നു. ആ ഒരു മുന്നിൽ കണ്ടാണ് തുടക്കം മുതൽ തന്നെ സതീശൻ നിലപാടെടുത്തത്. സതീശന് കൊടുത്ത് രമേശ് ചെന്നിത്തലയും നിലപാട് പിന്തുണ വെച്ചു. പക്ഷേ ഇതിന് ശേഷമാണ് ഓരോന്നായിട്ട് ആരോപണം പുറത്തു വരുന്നത്. പക്ഷെ ഇപ്പോൾ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്നിട്ടും രാഹുലിന് ഒരു സൈഡിൽ കൂടെ സപ്പോർട്ട് വരുന്നുണ്ട്. അത് രക്ഷിക്കാനും മോഹം രക്ഷിക്കാൻ വേണ്ട നിലപാട് ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കും എവിടെ നിന്നാണ് രാഹുലിനെ സംരക്ഷിക്കാനുള്ള ഒരു കൈ ഇപ്പോഴും പുറകെയുള്ളത്? തീർച്ചയായും ഇപ്പോൾ രാഹുൽ ഈ പറഞ്ഞ പോലെ തന്നെ കർണാടകയിൽ സത്യമംഗലം വനത്തിലൊളിവിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കാറുകൾ മാറിയാണ്, കാറുകളും ഫോണുകളും മാറി കയറുന്നു, ഒരു സ്ഥലത്ത് മറ്റൊരു വന്ന് കയറ്റിക്കൊണ്ട് പോകുന്ന കൃത്യമായ പ്ലാനിങ്ങോടെ പോകുന്നൊക്കെ പറഞ്ഞു. ഇതൊരു കൃത്യമായ ഏകോപനമില്ലാതെ അല്ലെങ്കിൽ ഒരു നീക്കമില്ലാതെ സാധ്യമാകുന്ന കാര്യമല്ല. അതിന് പിന്നിൽ അയാൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നത് ഉറപ്പാണ്. ഇപ്പം കോൺഗ്രസ് ഇന്നലെ 2025 കോടതി വിധി വന്നു, 2026 കോൺഗ്രസ് പുറത്താക്കി. എവിടെയുണ്ട് ഇങ്ങനൊരു പാർട്ടി ശക്തമായ നടപടി സ്വീകരിക്കുന്നു? സ്ത്രീകൾക്കെതിരെ അക്രമത്തിനെതിരെ ശക്തമായ നടപടി എന്നൊക്കെ പറഞ്ഞാണ് കോൺഗ്രസ് ആഘോഷിക്കുന്നത്, സൈബർ ഇടത്തിൽ ആഘോഷിക്കുന്നത്. ഇപ്പം ജിബിൻ പറഞ്ഞ പോലെ തന്നെ ഒരു വിഭാഗം ഒരു വെള്ള പൂശാൻ വേണ്ടിയിട്ട് അധികം തീവ്രതയില്ലാത്ത രീതിയിലാണെങ്കിൽ കൂടി ഇപ്പം പോസ്റ്റുകൾ ഇട്ട് വരുന്നുണ്ട്. രാഹുലിൻ്റെ പാർട്ടിയോടുള്ള കൂറ്, രാഹുൽ പാർട്ടിക്ക് വേണ്ടി പോരാടിയത്, പിന്നെ CPM-നെ ശക്തമായി എതിർത്തതിന്റെ പേരിൽ ബലിയാടാക്കപ്പെടുന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. മുകേഷിന്റെ പേര് അതെ, ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പലതും നടക്കുന്നുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം പറഞ്ഞു VD സതീശൻ ശക്തമായ നിലപാടെന്ന്. എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്. അതിൽ രമേശ് ചെന്നിത്തലയുടെ കാര്യം നമുക്ക് മാറ്റിവെക്കാം. രമേശ് ചെന്നിത്തലയും ഒരു പരിധിവരെ K മുരളീധരനും ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ച രണ്ട് നേതാക്കളാണ്. VD സതീശന്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടാമത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായ ധാരണയുണ്ടായിരുന്നു, വരാൻ പോകുന്നത് വലിയൊരു പരാതിയുടെ പ്രവാഹമായിരിക്കും എന്നറിയാം, അതുകൊണ്ടാണ് മാറ്റി സസ്പെൻഡ് ചെയ്തതെന്ന്. അതാണ് അതിൽ വസ്തുത. സതീശൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു പേര് പറയാതെ നിൽക്കുന്ന സമയത്ത് തന്നെ പാർട്ടിക്ക് കൃത്യമായ ബോധ്യമുണ്ടെന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്തു. ശരിയാണ്, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി VD സതീശൻ ശക്തമായ നിലപാടെടുത്തു. അതിനുശേഷം ഇദ്ദേഹത്തിനെതിരെ സംസാരിച്ച വനിതാ നേതാക്കൾ, CPM-ലോ BJP-ലോ അല്ല പറഞ്ഞത്, കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണം നടന്നപ്പോൾ സതീശൻ എന്താണ് പ്രതികരിച്ചത്? രൂക്ഷമായ പ്രതികരണം നടന്നത്. ഈ പ്രതികരിച്ച നേതാക്കൾക്കെതിരെല്ലാം എന്തിനായി പറഞ്ഞു? VD സതീശൻ പറഞ്ഞ കമന്റിന് അദ്ദേഹത്തിനും അതിന് ചൂടറിയേണ്ടി വന്നു സൈബർ അണികളുടെ. ഈ കോൺഗ്രസിന്റെ സൈബർ സെല്ലിൽ നിന്നാണ് ഈ നേതാക്കൾക്കെതിരെ ഈ വിമർശനം വരുന്നത്. അത് വെറുതെ വരുന്നതല്ലോ. ഈ രാഹുലിന്റെ ഒപ്പം ആരൊക്കെ ഉണ്ടെന്നും, രാഹുലിനെ അനുകൂലിച്ചു നിന്നാൽ, അതിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഭാവിയിൽ ഗുണമുണ്ടാകുന്നു, സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്ന് ബോധ്യമുള്ള ഒരു പറ്റ നേതാക്കൾ, യുവ നേതാക്കളൊക്കെ ഇയാളുടെ പിന്നിലായിരുന്നു. സംശയമില്ല അതിൽ. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നേതാവ് പാലക്കാട് പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഷാഫിയുടെ പരിക്കുപറ്റി വടകരയിലെ ഇഷ്യൂവിന്റെ പുറത്താണ് ഇദ്ദേഹം പുറത്ത് ആദ്യമായിട്ട് പാലക്കാടൊക്കെ എത്തിയ ശേഷം. പിന്നെ ഇദ്ദേഹം സജീവമാണ്. ഫേസ്ബുക്കിൽ നിരന്തരം പോസ്റ്റ് ഇടുന്നു, വോട്ട് അഭ്യർത്ഥിക്കുന്നു, സ്ഥാനാർത്ഥിയുടെ വീടിനെ കാവലിരിക്കുന്നു. കോൺഗ്രസിന്റെ മുന്നണി പോരാളിയായിട്ട് പാലക്കാട് MS VK ശ്രീകണ്ഠന്റെ ഒപ്പം തന്നെയായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാവ് എങ്ങനെയാണ് പാർട്ടി വേദികളിൽ ഇങ്ങനെ വരുന്നത്? അതിന് ഈ പ്രതിപക്ഷ നേതാവ് കണ്ടിരുന്നില്ലേ? കോൺഗ്രസ് നേതാക്കൾ കണ്ടിരുന്നില്ലേ? ഇവർ നടപടി സ്വീകരിച്ചെന്ന് പറയുന്നു. അതിനു മുമ്പ് തന്നെ ഒരു പരാതിക്കാരി പറഞ്ഞിട്ടുണ്ട്, 3 വർഷം മുമ്പേ പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു, VD സതീശൻ ഉൾപ്പെടെ അറിയാമായിരുന്നു. ഇവരിപ്പോൾ പരാതി കിട്ടിയില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ പരാതി ലഭിച്ചപ്പോൾ, നമ്മൾ രേഖമൂലം പരാതി ലഭിച്ചപ്പോൾ ഉടൻ തന്നെ പോലീസിന് കൈമാറി വരുന്നു. ആ പരാതി ലഭിച്ചിട്ട് ഉടൻ തന്നെ കൈമാറിയിരുന്നു. ആ പരാതി മാധ്യമങ്ങളിലും വന്ന് വാർത്തയാവുന്ന സമയത്തല്ലേ ഇവർ കൈമാറിയത്?
ഇന്നലെ ഈ പറഞ്ഞ പോലെ ഇന്നലെ വി ഡി സതീശൻ, അതായത് ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ വി ഡി സതീശൻ പ്രതികരിച്ചെന്താണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതിന് പിന്നാലെ നമ്മൾ നടപടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാണ്, AICCയുടെ അനുമതിയോടെ പുറത്താക്കി കഴിഞ്ഞാണ്. അത് പ്രഖ്യാപിക്കാൻ വൈകിയെന്നേ ഉള്ളൂ. അതിൽ ഇന്നലെ പ്രഖ്യാപിച്ചെന്നോ ഇന്ന് പ്രഖ്യാപിച്ചെന്നോ അതിൽ വലിയ മാറ്റം ഉണ്ടോ നയിക്കുന്നത്. എന്ത് നിഷ്കളങ്കമായിട്ടാണ് അദ്ദേഹം ചോദിച്ചു പോകുന്നത്. ഇന്നലെ പുറത്താക്കിയെന്ന് പ്രഖ്യാപിച്ചാൽ ഇന്ന് പുറത്താക്കിയെന്ന് പ്രഖ്യാപിച്ചാൽ ഒരുപോലെയല്ല, അതിൽ വല്ല മാറ്റം ഉണ്ടോന്ന്. ആ പ്രഖ്യാപിച്ച സമയം നമ്മൾ നോക്കണം. കോടതി ജാമ്യം നിഷേധിച്ച്, മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം നടപടി സ്വീകരിച്ചു, ശരിയാണ്. അതായത് ബുധനാഴ്ച ഇതിൻ്റെ വിധി വരേണ്ടതാണ്. കോടതിയിൽ നിന്ന് ജാമ്യം ഹർജി തള്ളുന്ന വിധി വരണം. അന്ന് ജാമ്യം തള്ളിയിരുന്നെങ്കിൽ അന്ന് അവർ പ്രഖ്യാപിക്കും. പക്ഷെ അന്ന് കോടതി വിധി മാറ്റിവെച്ചു, വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. കോൺഗ്രസ് തീരുമാനവും മാറ്റിവെക്കുന്നു. എന്തിനാണ് മാറ്റിവെക്കുന്നത്? ഇദ്ദേഹത്തെ നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്താണ് പ്രശ്നം? ഇവർക്ക് ധാരണയുണ്ടെന്ന് പറയുന്നു, പരാതി ലഭിച്ചെന്ന് പറയുന്നു, പരാതി DGPക്ക് കൈമാറിയെന്ന് പറയുന്നു. ആ പരാതിയിൽ മേൽ ഒരു ശക്തമായ നടപടി സ്വീകരിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറാവുന്നെങ്കിൽ അപ്പോൾ തന്നെ പ്രഖ്യാപിക്കാനോ നടപടി കോൺഗ്രസ് പുറത്താക്കിയെന്ന്. പക്ഷെ അതിന് തയ്യാറാവുന്നില്ല. അപ്പോൾ അതിൻ്റെ അകത്തൊരു വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കേരളത്തിലെ മുതിർന്ന നേതാക്കളെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും VD സതീശനും അതുപോലെ തന്നെ മുരളീധരനും ഉൾപ്പെടെയുള്ളവർക്ക് പലർക്കും പല വ്യത്യസ്ത ഒരു അഭിപ്രായങ്ങളായിരുന്നു. അതിൻ്റെ അകത്ത് മുരളീധരൻ ശക്തമായിട്ട് വാദിക്കുന്നുണ്ട് രാഹുലിനെ പുറത്താക്കുന്ന രീതിയിൽ. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നുണ്ട്, സുധീരൻ പറയുന്നുണ്ട്, ചെന്നിത്തല പറയുന്നുണ്ട്. ഇവരെല്ലാം സമാനമായ നിലപാട് സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് പല ഘട്ടത്തിലും ഒരു അഴകുഴമ്പൻ നയം സ്വീകരിക്കേണ്ടി വരുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഷാഫി പറമ്പലിൻ്റെ ഇടപെടലിവിടെ ഉണ്ട് എന്ന് നമുക്ക് ഏറെക്കുറെ പറയാതെ പറയാൻ വരും. അതുപോലെ തന്നെ KC വേണുഗോപാലിനെ കുറിച്ച് ഇവിടെ പലരും അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ AICC വരെ തീരുമാനം ഉണ്ടായി, രാഹുലിനെ പുറത്താക്കണമെന്നൊരു തീരുമാനം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോലും സംസ്ഥാന കോൺഗ്രസിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അത് ശക്തമായി ഇടപെടുന്നുണ്ട്. ഈ നേതൃത്വം പറഞ്ഞ KPCC സണ്ണി ജോസഫ്, വക്കീൽ ഉൾപ്പെടെയുള്ളവർക്ക് ഇവർക്ക് ഭയമുണ്ട്. കാരണം ഇന്നലെ ഇനിയാണ് AICC തീരുമാനിച്ചു, രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. ഇന്നലെ ജാമ്യം അനുവദിച്ചിരുന്നെങ്കിൽ അപ്പം രാഹുലിന് ജാമ്യം കോടതി അനുവദിച്ചു, രാഹുലിന് അനുകൂലമാണ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നമ്മൾ നമുക്ക് വീണ്ടും തിരികേൽക്കേണ്ടി വരും, അല്ലെങ്കിൽ അണികൾ നമ്മൾക്കെതിരെ തിരിയും. ഇതാണ് ഒരു കോൺഗ്രസിന്റെ ആദ്യത്തെ സസ്പെൻഷൻ തന്നെ നോക്കട്ടെ. ഈ ഭയക്കുന്ന അണികളെ ഉണ്ടാക്കിയെടുത്തതിന്റെ VD സതീശനും ഉണ്ട് കേട്ടോ. തീർച്ചയായും ഇങ്ങനെ അണികളെ ഉണ്ടാക്കിയെടുത്തത്, ഈ രണ്ടാം നിരയെ വളർത്തിയെടുത്തത്, ഈ രണ്ടാം നിര എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ രണ്ടാം നിര വളർത്തിയെടുത്തത് VD സതീശൻ തന്നെയാണ്. അതിൽ തെറ്റു പറയാൻ പറ്റില്ല. പാർട്ടിക്ക് രണ്ടാം നിരയെ വളർത്തിയെടുക്കണം. ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കായാലും മുതിർന്ന നിരക്ക് രണ്ടാം നിര ഉണ്ടെങ്കിൽ മാത്രമേ ആ പാർട്ടിക്ക് രണ്ടാം നിരയിൽ ആരൊക്കെ വേണമെന്നുള്ളത് നോക്കണം. ഇതിപ്പോൾ രണ്ടാം നിരയെ നയിക്കുന്നത് ഷാഫി പറമ്പിലാണെന്ന് സംശയമില്ലാണ്ട് നമുക്ക് പറയാൻ പറ്റും. ഷാഫി പറമ്പിൽ എന്നൊരു നേതാവ്, മുൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ, അദ്ദേഹത്തിനാണ് നയിക്കേണ്ടത്. അദ്ദേഹത്തിന് അതിനെ കൃത്യമായി നയിക്കാനുള്ള ഒരു നേതൃശേഷി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വിഷയം ഇന്നലെ ഷാഫി പറമ്പിലും മാധ്യമങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ പരാതി ലഭിച്ചിരുന്നില്ലേ? അപ്പം ഞാൻ ഇന്നലെ ഇത്ര നാളും മാധ്യമങ്ങളെ കാണുന്ന ഷാഫി പറമ്പിലിൻ്റെ ബോഡി ലാംഗ്വേജും ഇന്നലത്തെ ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾക്ക് ബൈറ്റ് നിൽക്കുന്ന ബോഡി ലാംഗ്വേജും കണ്ടറിയാം ഷാഫിയൊക്കെ എവിടെ ചെന്ന് പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഷാഫിയെ ഇത്രയും നാൾ ചേർത്ത് നിർത്തിയാൽ കൊണ്ടുപോകാൻ തന്നെ ശ്രമിച്ചാണ്. ചോദിക്കുമ്പോൾ ഷാഫി അനുകൂലിച്ച് പറഞ്ഞിരുന്നേക്കും, ഇല്ല. പ്രതികൂലിച്ച് പറഞ്ഞിരുന്നോ? അതുമില്ല. അത് നടപടി എന്തായാലും ഷാഫി ഈ വിഷയത്തിലല്ല, ഏതൊരു വിഷയം ഉണ്ടായിക്കോട്ടെ ഷാഫി സ്വീകരിക്കുന്ന നിലപാടാണത്. പ്രത്യേകിച്ച് അങ്ങനത്തെ വിഷയങ്ങളൊന്നും, ഈ വിവാദ വിഷയങ്ങളൊന്നും കമന്റ് പറയില്ല. ഒരു വിഷയത്തിലെ കേരള രാഷ്ട്രീയത്തിലുള്ള ഉണ്ടാകുന്ന ഏതൊരു പ്രധാന വിഷയങ്ങളും ഷാഫി ശക്തമായ നിലപാട് സ്വീകരിക്കുക, പ്രതികരണം നടത്തുകയോ ചെയ്യില്ല. അതാണ് ഷാഫി. എന്നിട്ട് അതിന്റെ പുറത്ത് ഇതിപ്പോ നടപടി വന്നു. ഇപ്പൊ വേണമെങ്കിൽ നാളെ തൊട്ട് ഷാഫിയേക്കും ഞാൻ അദ്ദേഹത്തെ അനുകൂലിച്ച് സംസാരിച്ച ഒരു ബൈറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തരാൻ പറ്റില്ല. അദ്ദേഹം സംസാരിക്കുന്നില്ലല്ലോ. ഇത് ഷാഫിയുടെ അത് അദ്ദേഹത്തിന്റെ ഒരു തന്ത്രം, അതായിക്കോട്ടെ, നടക്കട്ടെ. പക്ഷെ ഇന്നലെ ഷാഫി പറയുന്നുണ്ട്, നമ്മൾ നടപടി സ്വീകരിച്ചു, പരാതി ലഭിച്ചതിന് പിന്നാലെ നടപടി സ്വീകരിച്ചു. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ വാദങ്ങളെല്ലാം ഷാഫിനെ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഷാഫിനോട് ഷഹനാസ്, KPCC സാംസ്കാരിക സമിതിയുടെ സെക്രട്ടറി ഷഹനാസ് പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് നേരത്തെ അവർ മാധ്യമങ്ങളോട് പറഞ്ഞു, ഫേസ്ബുക്കിൽ എഴുതി. അവർ കൃത്യമായി പറഞ്ഞു ഷാഫിക്ക് അറിയാമായിരുന്നു, ഷാഫിക്ക് ബോധ്യമുണ്ടെന്ന്. ഷാഫി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇദ്ദേഹത്തെ KPCC യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനാക്കാൻ വേണ്ടി പണിയെടുത്തിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ടെന്ന്. ഈ പരാതി ലഭിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനാക്കുന്നത്, ഇദ്ദേഹത്തെ പാലക്കാട് MLA ആക്കുന്നത്. ഇതിന് രണ്ടും ഷാഫി പ്രയത്നിച്ചിട്ടുണ്ട്. ഷാഫി തന്നെ സമ്മതിച്ചല്ലോ. ഈ പരാതി ലഭിച്ചതിന് ശേഷം, ഈ വിവരം അറിഞ്ഞതിന് ശേഷമാണ് ഷാഫി ഇത് രണ്ടും ചെയ്യുന്നത്. അതിലെന്ത് ധാർമ്മികതയുള്ളത്? ധാർമ്മികത എന്ന വാക്കും നമ്മൾ ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ നിലപാടും ഒക്കെയാണല്ലോ ഷാഫി പറയുന്നത്. ഇത് പറയാനുള്ള എന്ത് ധാർമ്മികമായ അവകാശമാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ വാക്കിയുള്ളത്? ഷഹനാസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഈ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഷാഫി തള്ളി പറഞ്ഞാൽ തെളിവ് ഞാൻ പുറത്തു. അല്ല, ഇപ്പം ഈ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് ഇന്ന് വിവാദം ഉണ്ടായപ്പോൾ ഞാൻ അന്നേ പറഞ്ഞില്ല നിൽക്കുമ്പോൾ ഒരു സങ്കടത്തിന്റെ സ്മൈലി അയച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഷാഫിക്ക് അത് ഓർമ്മയുണ്ട്, അത് ഓർമ്മയില്ല. ഇന്നലെ മാധ്യമങ്ങളെ ചോദിച്ചു, ഈ നിലപാട് പറയുമ്പോൾ ഷാഫിനോട് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഞാൻ പറയട്ടെ, ഇങ്ങനെ പറഞ്ഞത് ഉരുണ്ട് കളിക്കുകയാണ്. നമ്മൾ കാണുന്ന ഷാഫിയുടെ ആ ഒരു ഒരു നട്ടല നിവർത്തി സംസാരിക്കുന്ന ഒരു യുവ നേതാവ് അതല്ലായിരുന്നു ഇന്നലെ ഷാഫി. ഷാഫിക്കറിയാം ഇന്നലെ ഇത് പറയുമ്പോൾ തന്നെ ഞാൻ രാഷ്ട്രീയപരമായി മാത്രമേ പിന്തുണ കൊടുത്തിട്ടുള്ളൂ, വ്യക്തിപരമായ ഒരു പിന്തുണയും കൊടുത്തില്ല പറഞ്ഞു. ഇതിനു മുമ്പ് അത് വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതില്ല. പക്ഷേ ഇതിനു മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴും പറയാറുണ്ട്, രാഷ്ട്രീയപരമായ ബന്ധം മാത്രമല്ല,
ഒരു സഹോദരനാണ്, മുതിർന്ന സഹോദരനാണ്. എന്ത് വിഷമം ഉണ്ടെങ്കിൽ ഞാൻ അതാ പറഞ്ഞത്. എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ഷാഫിക്കയോട് പറഞ്ഞത്, ഷാഫിക്ക തിരുത്തി ശാസിച്ചാൽ അത് തീരും. ഷാഫിക്കയുടെ പൊന്നനിയൻ തന്നെയായിരുന്നു. ഷാഫിക്ക് അങ്ങനെ കൊണ്ടു നടന്നതാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെ കൂട്ടി നടക്കുന്നതിൽ ഒന്നും ഒരു തെറ്റുമില്ല. അത് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പറയും ചൂഴ്ന്നു നോക്കാൻ പറ്റില്ല ഒരു മനുഷ്യനെ, സുഹൃത്തുക്കളെ ചൂഴ്ന്നു നോക്കാൻ പറ്റില്ല പറയും, ഒരു അനുഭവത്തിനെ പഠിക്കുന്നു. പക്ഷേ ഇത് ചൂഴ്ന്നു നോക്കേണ്ട ആവശ്യമില്ലെന്നേ. ഒരുമിച്ചുണ്ടായിരുന്ന പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകർ, യുവതികൾ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇയാൾ ഇങ്ങനെ ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നാൽ പാർട്ടിക്കുള്ളിലെ സ്ത്രീകൾക്ക് സംരക്ഷണം ലഭിക്കില്ല. ഇവരിതൊക്കെ പറഞ്ഞിട്ട്, ഇത്ര ആൾക്കാർ തെളിവ് പറഞ്ഞിട്ടും ഇത്രയും നടന്നിട്ടും ആ ഒരു നടപടി സ്വീകരിക്കാൻ പറ്റിയോ? പോട്ടെ, അതിന് നടപടി സ്വീകരിച്ചില്ല. ഇയാൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ MLA ഒക്കെ ആക്കിയല്ലോ, ഒന്ന് മാറ്റാൻ പറ്റിയോ? ഈ ഏട്ടനായിട്ട് കൊണ്ടു നടക്കുന്നു, അല്ലെങ്കിൽ ഒരു മുതിർന്ന നേതാവായിട്ട് കൊണ്ടു നടക്കുന്നു, അയാളെ മാറ്റാൻ പറ്റണ്ടേ? അത് പറ്റാത്തൊരു നേതാവായിട്ട് എങ്ങനെയാണ് ഇയാൾ തുടരുകയല്ലേ? നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പം വോയിസ് ക്ലിപ്പിൽ പുറത്തുന്നത് വീണ്ടും തുടരുകയാണ്. എന്നിട്ടാണ് ഇവർ ഈ പറഞ്ഞത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് സംസാരിച്ചിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അതിലാണ് ഈ വിരോധാഭാസം വരുന്നത്. ഈ പറഞ്ഞ പരാതിയെല്ലാം ലഭിച്ചിട്ട് ഇത്ര വർഷം ഉണ്ടായി. ഇതിപ്പോൾ ഇന്നലെയായിരുന്നു നമ്മളെ മുന്നിൽ ഈ വിഷയം വന്നത്. ഇന്നലെയല്ലേ പുറത്താക്കുന്നത്? ഈ പുറത്താക്കിയത് സസ്പെൻഡ് ചെയ്ത് വലിയ കാര്യമായി പറയുന്നത്. ഇയാൾ ഇതാണെന്ന് അറിഞ്ഞിട്ടാണ് ഇയാൾക്ക് പദവി കൊടുത്തത്. ആ പദവികളിൽ നിന്നാണ് ഇയാൾ പുറത്താക്കിയത്. അല്ലാതെ ഇത് പെട്ടെന്ന് വന്ന സാധനമല്ലല്ലോ. അധ്യക്ഷനാക്കുമ്പോഴും MLA ആക്കുമ്പോഴൊക്കെ ഇവർക്ക് ഇത് അറിയാമായിരുന്നു. ഈ നേതാക്കൾക്ക് അറിയായിരുന്നു. സതീശൻ അതാണ് ആദ്യം തൊട്ടേ പറഞ്ഞു. സതീശന് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു, ഇയാൾ എന്തായാലും പിടിക്കപ്പെടും. അന്ന് താൻ ജയിക്കുന്ന അറിയുന്നതുകൊണ്ടാണ് അന്ന് സസ്പെൻഡ് ചെയ്തിട്ട് അയാൾ പറഞ്ഞത് ഞങ്ങൾ പാർട്ടിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, അതുകൊണ്ട് സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞത്. അന്ന് പിന്നെ സോഷ്യൽ മീഡിയയിലെ എല്ലാവരും ചേർന്ന് സപ്പോർട്ട് ചെയ്യുമ്പം സതീശൻ പറഞ്ഞൊരു നിലപാടിതാണ്. പിന്നെ അയാൾ കണ്ണിൽ നിന്ന് അടിച്ചു. പിന്നെ ഒരു പ്രാവശ്യം ഇയാൾ പ്രചരണത്തിനൊന്നും മിണ്ടാതെ നടന്നു. ആ മൗനം എല്ലാം കുറ്റമാണ്. ഇവർ പാലിച്ച മൗനം, ഈ വനിതാ നേതാക്കളെ, പിന്നെ ഉമ്മാ തോമസിനെയും ഇവരെല്ലാം ഇവർ വിമർശിക്കുമ്പോൾ എല്ലാം മൗനം പാലിക്കുന്നു, പ്രചരണത്തിന് നടക്കുമ്പോൾ മൗനം പാലിക്കുന്നു. ഇതെല്ലാം അയാൾക്ക് ലഭിച്ച പിന്തുണയാണ്. ആ മൗനം പിന്തുണ തന്നെയാണ്. അത് കാണണം. അത് കാണാണ്ട് കോൺഗ്രസിന്റെ ധാർമ്മികത, കോൺഗ്രസ് അങ്ങ് നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നതിന് ഒരു അർത്ഥവുമില്ല. ഈ മൗനം പാലിച്ചു എന്ന് പറയുമ്പോഴും അതിന്റെ വശത്തോടെ ഒരു നേട്ടം ഉണ്ടാവുമെന്ന് നോക്കിയിട്ടുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. രാഹുലിനെ ഒരു വെള്ള പൂശി രാഹുലിനെ പൊതുസമൂഹത്തിൽ നിർത്തേണ്ടത് സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് ആവശ്യമാണ്. കാരണം സതീശൻ വളർത്തിക്കൊണ്ടുവന്ന യുവ നേതാക്കളിൽ ഒരാളാണ്. അപ്പോൾ ഈ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ രാഹുലിനെ തള്ളി പറയുമ്പോൾ, ഷാഫിയെ തള്ളി പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ സതീശന് വ്യക്തമായിട്ട് അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ എന്നുള്ള അവസ്ഥയിൽ മാത്രമാണ് ഈ നടപടി ഇതെല്ലാം വന്നത്. ഇപ്പം പറഞ്ഞ ഷാഫി ഉൾപ്പെടെ ഇതിപ്പം വരുമ്പം ഇനി ഷാഫിക്ക് ഇപ്പം തള്ളിപ്പറയേണ്ട അവസ്ഥ വന്നു. പരാതി വരുന്നു, അതിജീവിത പരാതി മുഖ്യമന്ത്രി കൊടുക്കുന്നു. രണ്ടാമത്തെ പരാതി കൊടുത്തോണ്ട് മാത്രമാണ് തള്ളിപ്പറേണ്ടി വരും. ഇല്ലെങ്കിൽ ഇതൊരു തള്ളിപ്പറയില്ല. ഇതിനു മുമ്പ് പലതും ചോദിച്ചപ്പോൾ ഷാഫി മറ്റു പലതും പറഞ്ഞു ഒളിച്ചോടുന്നില്ലേ? ഇതിലാകെ കൂടി പിന്നെ ഒരു വന്നു പറഞ്ഞത് രാഹുൽ തന്നെയാണ്. ഹൂ കേസ് എന്നുള്ളൊരു നിലപാട് എന്ന് പറഞ്ഞത് അയാൾക്കതൊരു വിഷയമായിരുന്നില്ല. അയാൾ പതിവായിട്ട് ചെയ്യുന്ന കുറ്റകൃത്യം തന്നെ, പതിവായിട്ട് ചെയ്യുന്ന കാര്യമായിരുന്നു. അയാൾ ഇങ്ങനെയാണ്, അയാളുടെ ജീവിതം ഇതാണ്. ഒരുമിച്ച് നടക്കുന്ന ഒരുത്തനും അറിയില്ല എന്ന് പറഞ്ഞൊന്നും വരില്ല. ഇപ്പം പലരുടെ പേര് ഇവർ പറയുന്നുണ്ട്, ജീവിതങ്ങൾ തന്നെ പറയുന്നുണ്ട്. അതിലൊക്കെ ഇവർക്കൊക്കെ പങ്കുണ്ടായെന്ന് വ്യക്തമാണ്. ഇതൊന്നും അറിയാത്ത ഒരാൾ യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു MLA ആയിട്ടൊക്കെ വരുന്നുള്ളത് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൂടെ നടക്കുന്നവർക്ക് എന്തായാലും അത് അറിയായിരിക്കും. ഇപ്പം ഈ പറഞ്ഞ പോലെ പിന്നെ ഇവിടുന്ന് ചുവന്ന പോളോക്കാറിൽ കയറി പോകുന്നു, തമിഴ്നാട്ടിലെത്തും, പൊള്ളാച്ചിയിലെത്തുന്നു, അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് കിടക്കുന്നു, പിന്നെ കാട്ടിൽ ഒളിക്കുന്നു, ഓടി നടക്കുവാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഓടി പോട്ടെ, ഓടി നടക്കട്ടെ. ദിവസം നമ്മൾ പറഞ്ഞല്ലോ, ഇന്നലെ ഒരു രാവിലെ ഒരു വാർത്ത തന്നെയാണ്, സത്യമംഗലം കാട്ട് ഉൾവണ്ണത്തിലേക്ക് പോയി, മറ്റേ അരിക്കൊമ്പൻ ഉള്ളിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ട്രോളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പോട്ടെ, അരിക്കൊമ്പൻ കാട് കയറുന്നല്ലേ, രാഹുൽ കൂടുതൽ കാട് കയറി പോട്ടെ. അദ്ദേഹത്തിന് ഈ നമ്മൾ രാഷ്ട്രീയ വനവാസം പറയുന്നുണ്ട്, രാഷ്ട്രീയ വനവാസമല്ല, ഈ വനവാസം മാത്രമേ അയാൾക്ക് വിധിച്ചിട്ടുള്ളൂ. കാരണം അയാൾ അതേ അർഹിക്കുന്നുള്ളൂ. മൂക്കാതെ പഴുത്തതിന് പ്രശ്നം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.